ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണേ. വേറൊന്നും അല്ല, പെപ്പർ ചിക്കൻ ആണ്. പക്ഷെ വെറും പെപ്പർ ചിക്കൻ അല്ല കേട്ടോ, പെപ്പർ ചിക്കൻ ഇൻ കോക്കനട്ട് മിൽക്ക്. പെപ്പർ ചിക്കനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്നതാണേലും ഈ ഒരു ഐറ്റം പലരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവർക്കും അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ പണി കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് വെറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. വേറെ ഒരു ഐറ്റംസും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ മാരിനേഷന്. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി ഇതിനായിട്ട് വേണ്ടത് ഒരു 3 സവോളയാട്ടോ. വലിയ സൈസ് സവോളയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ അടുക്കളയിൽ ജോലി എങ്ങനെ കുറയ്ക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും സെയിം റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുമെങ്കിൽ അതിപ്പോൾ ജോലി എളുപ്പമായില്ലേ. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ അപ്പം ആയാലും ഇടിയപ്പം ആയാലും ദോശയായാലും ചപ്പാത്തി ആയാലും എന്ത് തന്നെ ആയാലും അതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോംബോ ആണിത്. അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആയാലും ഇനി വൈകിട്ട് ചോറല്ല ചപ്പാത്തി ആയാലും നല്ല സൂപ്പർ കോംബോ ആയിട്ടോ. ഞാൻ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ. കാരണം ഒറ്റ ഒരു കറി വെച്ചാൽ നമുക്ക് ഫുൾ ഡേ ഓടിക്കാൻ പറ്റും. ഈ ലഞ്ച് ടൈമിൽ ഒന്നിച്ചിരിക്കാറുള്ളപ്പോൾ എൻ്റെ കൊളീഗ്സ് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, നിനക്ക് ഇവിടുന്ന് ഇതിനു വേണ്ടി ടൈം കിട്ടുന്ന ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുവരാൻ. ഇവർക്കൊന്നും അറിയില്ലെങ്കിലും നമുക്കറിയാലോ ഇതുണ്ടാക്കാൻ ആകെ കുറച്ച് സമയം മതിയെന്ന്. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് ഉള്ളി ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് വേണം കേട്ടോ ചോപ്പ് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ എടുത്തേക്കുന്നതും വലിയ സൈസിലുള്ള 3 ഉള്ളിയാട്ടോ. അപ്പൊ ഇനി പെട്ടെന്ന് കറി റെഡിയാക്കാം. അപ്പൊ ഇനി ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടായി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്കൊരു 4 ഏലക്ക, ഒരു 2 പീസ് കറുവപ്പട്ട, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 3 to 4 ഗ്രാമ്പു. അപ്പം ഇത്ര ഐറ്റംസ് ആദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 2 പച്ചമുളക്, അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ഒരു ഉള്ളി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ. ഉള്ളിയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഉള്ളി ഇനിയൊന്ന് പെട്ടെന്ന് വാടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ടേ. ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുകയും ചെയ്യും കേട്ടോ. അതെ, ഉള്ളി നല്ലപോലെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ വഴറ്റുക. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാലും മതി കേട്ടോ. ഒരു 10 to 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വെക്കണമെന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഇറങ്ങിക്കോളും. 5 മിനിറ്റിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഒന്ന് ചതച്ചെടുത്താണേ. നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളിയാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് നല്ലപോലെ ഒന്ന് വെന്തോളും. ഇത് കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് തന്നെ ഇതിപ്പം കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള. ഉപ്പിൻ്റെ അളവ് നോക്കണം, ഞാനൊരു ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണേ. കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ എടുക്കാൻ. ഇനി ആ ഒരു സെയിം ബൗളിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇനി ബാക്കി ഈ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം കേട്ടോ ഇത് വേവാൻ. അപ്പം ഞാനിവിടെ നിന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 to 15 മിനിറ്റ് ഇരുന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഗരം മസാല വളരെ കുറച്ചേ ചേർക്കാവൂ. നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫൈനലായിട്ട് ഒരു 1/2 പിടി മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം.
അപ്പം ഇത്രയും മതി കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉപ്പ് ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ. ഇതിപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിമിനി ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എടുത്തു പറയാതെ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും പെർഫെക്റ്റ് കോംബോ ആണ്. അപ്പോൾ കഴിക്കാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ.